2018 നവംബർ 17 ബംഗാൾ ഉൾക്കടലിന്റെ വിജനമായ ഒരു കോണിൽ ഇരുട്ടുമാറാത്ത പുലർച്ചെ മീൻപിടുത്തക്കാർ ആ കാഴ്ച കണ്ട് തരിച്ചു നിന്നുപോയി. തീരത്തെ മണൽപ്പരപ്പിലൂടെ സെന്റിനലീസ് ഗോത്രവർഗക്കാർ ഒരു മൃതദേഹം വലിച്ചിഴച്ച് കൊണ്ടുപോകുന്നു. കഴുത്തിൽ കുരുങ്ങിയ വള്ളിയുമായി ആഴത്തിൽ തറച്ച അമ്പുകളുമായി ആ ശരീരം മണലിൽ മറവ് ചെയ്യപ്പെട്ടു. അത് ജോൺ അലൻ ചൗ എന്ന 26 വയസ്സുകാരനായ അമേരിക്കൻ മിഷണറിയുടേതായിരുന്നു. ആരായിരുന്നു ജോൺ അലൻ ചൗ? വെറുമൊരു മതപ്രചാരകനോ അതോ നിയമങ്ങൾ കാറ്റിൽ പറത്തിയ സാഹസികനോ? ലോകത്തിലെ ഏറ്റവും അപകടകാരികളായ മനുഷ്യർ വസിക്കുന്ന ആധുനിക നാഗരികതയ്ക്ക് ഇന്നും അന്യമായ ആ നിഗൂഢ ദ്വീപിലേക്ക് അയാൾ എന്തിന് പോയി? മരണമുറപ്പായിട്ടും തന്റെ ബൈബിളുമായി അയാൾ ആ തീരത്തേക്ക് നടന്നു കയറിയത് എന്ത് വിശ്വാസത്തിലാണ്? 10,000 വർഷം പിന്നിൽ ജീവിക്കുന്ന ഒരു ജനതയും സകല സന്നാഹങ്ങളുമായി എത്തിയ ഒരു യുവാവും തമ്മിലുള്ള ആ രക്തരൂഷിതമായ ഏറ്റുമുട്ടലിന്റെ കഥയാണിത്. ഇത് ചരിത്രം മാത്രമല്ല, പ്രകൃതിയുടെ അവസാനത്തെ കാവൽക്കാർ ലോകത്തിന് നൽകിയ ഒരു ഭയാനകമായ മുന്നറിയിപ്പാണ്. സ്വാഗതം റീ റൈറ്റിലേക്ക്. വാഷിംഗ്ടണിൽ ജനിച്ച് ക്രിസ്ത്യൻ മിഷണറി ഗ്രൂപ്പായ ഓൾ നേഷൻസിൽ അംഗമായ ജോൺ അലൻ ചൗ വെറുമൊരു ക്രിസ്ത്യൻ മിഷണറി ആയിരുന്നില്ല. അയാൾ ഒരു EMT വിദഗ്ധനായിരുന്നു. പരിശീലനം ലഭിച്ച സാഹസികനായിരുന്നു. എന്നാൽ അയാളുടെ ഉള്ളിൽ ഒരു ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ: നോർത്ത് സെന്റിനൽ ദ്വീപിലെ മനുഷ്യരെ രക്ഷിക്കുക. വർഷങ്ങളോളം നീണ്ട ആസൂത്രണം, ഭൂപടത്തിൽ പോലും കൃത്യമായി രേഖപ്പെടുത്താത്ത ആ ദ്വീപിലെത്താൻ അദ്ദേഹം രഹസ്യമായി കരുക്കൾ നീക്കി. ഇന്ത്യയുടെ തീരസംരക്ഷണ സേനയുടെ കണ്ണുവെട്ടിച്ച് അർദ്ധരാത്രിയിൽ ഏതാനും മീൻപിടുത്തക്കാർക്ക് വൻ തുക നൽകി അദ്ദേഹം യാത്ര തിരിച്ചു. ദ്വീപിന് അരികിലെത്തിയപ്പോൾ കടലിൽ ചാടി. കയ്യിലുണ്ടായിരുന്ന ചെറിയ കയാക്കിൽ തുഴഞ്ഞ് അദ്ദേഹം ആ മരണതീരത്തേക്ക് അടുത്തു. ഇന്ത്യൻ നിയമം അനുസരിച്ച് 5 നോട്ടിക്കൽ മൈലിനുള്ളിൽ പ്രവേശിക്കുന്നത് നിരോധിച്ച ഇടമാണ്. പക്ഷേ ജോണിന്റെ മുന്നിൽ നിയമങ്ങളെക്കാൾ വലുത് തന്റെ ദൗത്യമായിരുന്നു. 2018 നവംബർ 15 ജോൺ ആദ്യമായി കരയിലിറങ്ങി. മുഖത്ത് ചായം തേച്ച അമ്പും വില്ലുമായി നിൽക്കുന്ന ഗോത്രക്കാരെ അദ്ദേഹം കണ്ടു. എന്റെ പേര് ജോൺ, എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ്, യേശുവിനും നിങ്ങളെ ഇഷ്ടമാണ് എന്ന് അദ്ദേഹം വിളിച്ചു പറഞ്ഞു. പക്ഷേ മറുപടിയായി വന്നത് മരണത്തിന്റെ ചൂളം വിളിയോടെയുള്ള അമ്പുകളായിരുന്നു. ഒരു ചെറിയ ബാലൻ നെയ്ത അമ്പ് അദ്ദേഹം മുറുകെ പിടിച്ചിരുന്ന ബൈബിളിൽ തറച്ചു. അന്ന് ജീവൻ തിരിച്ചു കിട്ടിയ ജോൺ തന്റെ ഡയറിയിൽ ഇങ്ങനെ കുറിച്ചു: ദൈവമേ, ഞാൻ മരിക്കാൻ പോവുകയാണോ? ആ ഭയം അദ്ദേഹത്തെ വേട്ടയാടി. എങ്കിലും പിറ്റേന്ന് രാവിലെ തന്റെ കപ്പൽക്കാരോട് അദ്ദേഹം അവസാനമായി പറഞ്ഞു: എന്നെ കരയിൽ വിടൂ, നിങ്ങൾ പോയിക്കൊള്ളൂ. തിരിച്ചു വരാത്ത ഒരു യാത്രയിലേക്ക് അദ്ദേഹം നടന്നു നീങ്ങി. ജോൺ കൊല്ലപ്പെട്ട വാർത്ത ലോകത്തെ നടുക്കി. അദ്ദേഹം ഒരു രക്തസാക്ഷിയാണോ എന്ന് പലരും ചോദിച്ചു. എന്നാൽ ഒരു ചരിത്രകാരന്റെ കാഴ്ചപ്പാടിൽ ഇതൊരു വൻ ദുരന്തമായിരുന്നു. സെന്റിനലീസ് ഗോത്രക്കാർക്ക് പുറം ലോകത്തെ മനുഷ്യർ എന്നാൽ മരണമാണ്. നമ്മുടെ പനിയോ ജലദോഷമോ പോലും ആ ജനതയെ ഭൂമുഖത്തു നിന്ന് തുടച്ചു നീക്കാൻ പര്യാപ്തമാണ്. അവരെ സംരക്ഷിക്കാനാണ് നിയമങ്ങൾ ഉള്ളത്. ഇന്ത്യൻ അധികൃതർ അദ്ദേഹത്തിന്റെ ശരീരമെടുക്കാൻ പോലും ശ്രമിച്ചില്ല. കാരണം ആ ദ്വീപിൽ കാൽ കുത്തുക എന്നത് മറ്റൊരു യുദ്ധത്തിന് തുടക്കം കുറിക്കുന്നതിന് തുല്യമാണ്. ഇന്നും ജോൺ അലൻ ചൗവിന്റെ മൃതദേഹം ആ മണലിൽ എവിടെയോ കിടക്കുന്നുണ്ടാകാം. ചരിത്രം നമ്മോട് പറയുന്നത് ഇതാണ്: ചില വാതിലുകൾ അടഞ്ഞു തന്നെ കിടക്കണം. ചില ജനതകൾക്ക് അവരുടെ ഏകാന്തതയിൽ ജീവിക്കാൻ അവകാശമുണ്ട്. ജോൺ അലൻ ചൗവിന്റെ കഥ ഒരു മിഷണറിയുടെ ദൗത്യം എന്നതിലുപരി ആധുനിക മനുഷ്യന്റെ അമിതമായ ആത്മവിശ്വാസം പ്രകൃതിയുടെ കാവൽക്കാർക്ക് മുന്നിൽ എങ്ങനെ തകർന്നടിയുന്നു എന്നതിന്റെ പാഠമാണ്.